അങ്ങനെ റഷ്യ 12 മണിക്ക് കടന്നു. 3 ദിവസം കൊണ്ട് റഷ്യ ക്രോസ് ചെയ്യണം. അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു. അത് റഷ്യയിൽ നിന്ന് മംഗോളിയൻ തഷദ്ദ ബോർഡർ പോകണം. ഒരു ഇൻസും ഇല്ല, ഒരാളും ഇല്ല. നമ്മളും ഈ വണ്ടിയും ഇങ്ങനെ മറ്റേ കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിച്ച് പോകുന്ന നമ്മൾ. അങ്ങനെ മൂപ്പരപ്പൊരു ഫോട്ടോ എടുത്ത് മൂപ്പരെ ഫോണിലൊരു ഫോട്ടോ എടുത്ത് എന്നിട്ട് പറഞ്ഞു ഇനി എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു അഫ്ഗാൻ. പോണോ? ഞാൻ പറഞ്ഞു ആ പോകണം. അതിനെന്താ, ഒന്നും കൂടി ആലോചിച്ച് നോക്ക്, വേണമെങ്കിൽ തിരിച്ച് നിങ്ങൾ ഇറാൻ തന്നെ വഴി തിരിച്ച് നിങ്ങൾക്ക് പോകാമല്ലോ. ഞാൻ പറയില്ല, അഫ്ഗാൻ കടക്കാണ്ട് എനിക്കെൻ്റെ യാത്ര പൂർത്തിയാവില്ല, എൻ്റെ അടുത്ത രാജ്യം അതാണ്. അതിനായിട്ട് കുറേ ഉപദേശിച്ച്. ആദ്യമായിട്ടാണ് ഒരു ലേഡി ഈ ബോർഡറിലൂടെ ഇങ്ങനെ വണ്ടിയെടുത്ത് പോകുന്നത്. ഇനിയിപ്പം ജോർജിയന് പിന്നെ രാജ് കപൂർ അവിടെ തെരുവിൽ പാട്ട് പാടുന്ന ആൾക്കാർ ഇതാ പാടാം, മേരാ ജൂത്താ ഹേ ജപ്പാനി, അത് കറക്റ്റ് പാടും. അവർക്ക് അതിൻ്റെ വേർഡ്സ് ഫുള്ള് അറിയാം. പിന്നെ അത് കഴിഞ്ഞ് അർമീനിയ പോയപ്പോൾ മിഥുൻ ചക്രവർത്തിൻ്റെ ഫാൻസാണ്. അല്ലോ എവിടെ നോക്കിയാലും ജിമ്മി ജിമ്മി ആജാ ആജാ ആ പാട്ട്. 3 ദിവസം എടുത്തിട്ടാണ് എത്തുന്നത്. ഉറങ്ങിയിട്ടിലും ഡ്രൈവ് ചെയ്ത് പോയി. ചിലപ്പോൾ ഞാനിങ്ങനെ കുറേ നിർത്തി കുറേ ഗ്രാമത്തിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ അന്നേരം റഷ്യക്ക് വലിയ കൃഷികളൊന്നുമില്ല. അവരധികവും പുറത്തുനിന്ന് ഇറക്കുക, തുർക്കിയിൽ നിന്ന് അവിടെ നിന്ന സാധനം ഇറക്കുക. ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ കുറേ ആൺകുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഇറാഖിലല്ല കേട്ടോ, നമ്മൾ കുർദിസ്ഥാനാണ്. ഓരോ ഒരു ഷോപ്പിൽ പോയി സ്റ്റിക്കർ എടുത്ത് എൻ്റെ വണ്ടിയിൽ സ്റ്റിക്കർ ഇപ്പോൾ ഉണ്ട്. ഇതാണ് നമ്മളെ ഫ്ലാഗ്. ഇത് ഇറാഖ് വേറെ, കുർദിസ്ഥാൻ വേറെ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ അല്ല ഇവരും പറഞ്ഞ് കുറച്ച് ആൾക്കാർ പുറത്ത് വന്നിട്ട് നമുക്ക് പോയി. ഞാൻ പറഞ്ഞു എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? നോക്കുമ്പം താലിബാൻ്റെ വലിയ മുത്തവ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇതേതാ വണ്ടി, ആരാ ഇവിടെ വന്നത്. കാരണം പുറത്തുനിന്ന് ടൂറിസ്റ്റ് വരുമ്പം ഇവർക്ക് ഇത് ഭയങ്കര പേടിയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ പുറത്ത് അറിയുന്നുണ്ടോ. നാജിയുടെ യാത്രയുടെ ഒരു റൂട്ട് നമ്മൾ വെറുതെ ഒന്ന് എടുത്താൽ നമുക്ക് ആ 23 രാജ്യങ്ങൾ കവർ ചെയ്തിട്ട് ഇപ്പം നമ്മളിവിടെ കോഴിക്കോട്ട് എത്തിയിരിക്കുന്നു അല്ലേ, നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് എത്തി. ഞാൻ ഈ ഉജിക്ക് പറയുമ്പോഴല്ലോ ഇപ്പം ഞാൻ റഷ്യയിലോട്ടെല്ലാം നടന്ന് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ നമ്മളത് എവിടുന്ന് ആ തുടങ്ങിയ ആ റൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഭയങ്കര ഈസിയാണ്. ഫിഫ കഴിഞ്ഞ് പോയിട്ട് UAE സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ UAE ഒമാനെ പോയി, ഒമാനിൽ നിന്ന് നേരെ സൗദി, കുവൈത്ത്, അതിൻ്റെ ഇടയ്ക്ക് ഖത്തറും ബഹ്റൈനും ഓൾറെഡി പോയിട്ടുണ്ട്. ഈ GCC എല്ലാം കഴിഞ്ഞിട്ട് സൗദി കഴിഞ്ഞു, കുവൈത്ത് കഴിഞ്ഞു, അവിടുന്ന് കുർദിസ്ഥാൻ പോയി. അല്ല, കുവൈത്തിൻ്റെ ഇറാഖ് പോയി, ഇറാഖിൽ നിന്ന് കുർദിസ്ഥാൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഓരോ രാജ്യത്തിനെയും പറഞ്ഞു പോകും, അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. GCC പിന്നെ നമ്മൾ പ്രവാസികൾ പോകുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ഈ പോയ സ്ഥലത്തെല്ലാം ഞാൻ മലയാളികൾ, അതോ നമ്മൾ വല്ലാത്തൊരു മനുഷ്യന്മാരാണ് ഈ ലോകത്തിൽ. അല്ല, കുറേ ആൾക്കാർ പറയും, ഇപ്പം കുറേ തമിഴന്മാർ പറയും, കർണാടകയിലെ ആൾക്കാർ പറയും നിങ്ങളെ കമ്മ്യൂണിറ്റി ഒരു സംഭവമാണ്, എവിടെ പോയാലും നിങ്ങളൊരു ഗ്രൂപ്പായിരിക്കും. ഇപ്പം പുറത്ത് നാട്ടിൽ നമ്മളൊരു മലയാളി കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പം ഞാൻ സൗദിയിൽ പോയ സമയത്തും കുവൈത്ത് പോയ എല്ലാം കുറേ മലയാളികൾ വീട്ടിൽ നിന്നിട്ടുണ്ട്, കുറേ കുവൈത്തുകൾ വീട്ടിൽ, സൗദികൾ വീട്ടിൽ അത് വേറെ നിന്നിട്ടുണ്ട്. പിന്നെ KMCC പോലത്തെ കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളും, പിന്നെ കുറേ സ്വീകരണം കിട്ടുക. അപ്പോൾ ശരിക്കും നാട് വിട്ടിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നത് നമ്മൾ ആളുകൾ കാണുമ്പോൾ ഉള്ള നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതിപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ സ്വാഭാവികമായിട്ടും പ്രവാസികൾ ധാരാളമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വിട്ട് പിന്നെ അടുത്ത മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറാഖിൽ പോയില്ലേ, ഇറാഖിൽ പോയപ്പം അവിടെ ഒരു മലയാളി ഉണ്ടായി. ഓനും മലപ്പുറത്തെ ആളാണ്, ഓനവിടുത്തെ ക്യാൻസർ സെൻ്ററിൽ ജോലി ചെയ്യുന്നത്, അമീർ എന്ന അവൻ്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ കൂടെ ഒരു ദിവസം നിന്ന് പിന്നെ ഞാൻ നേരെ കുർദിസ്ഥാൻ പോയി. കുർദിസ്ഥാൻ എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഈ കാശ്മീരെല്ലാം പറയുന്ന പോലെ ഒരു രാജ്യമായി മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സ്ഥലമാണ്. അവർക്ക് ഇറാഖുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ മുഴുവനും കൾച്ചേഴ്സ് പോകുന്നത് ഇറാൻ പോലെയാണ്, ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം. അവർ മലൻ്റെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇപ്പോൾ സ്വന്തമായിട്ട് അവർക്ക് ഫ്ലാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, നാണയങ്ങൾ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയെങ്കിലും അവിടുന്ന് മാറാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ കുറേ ആൺകുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഇറാഖിലല്ല കേട്ടോ, നമ്മൾ കുർദിസ്ഥാനാണ്. ഓനെ ഒരു ഷോപ്പിൽ പോയി സ്റ്റിക്കർ എടുത്ത് എൻ്റെ വണ്ടിയിൽ സ്റ്റിക്കർ ഇപ്പോൾ ഉണ്ട്. ഇതാണ് നമ്മളെ ഫ്ലാഗ്. ഇത് ഇറാഖ് വേറെ, കുർദിസ്ഥാൻ വേറെ. അങ്ങനെ കുർദിസ്ഥാനിൽ കുറേ വീട്ടിലും താമസിച്ച് കുർദിസ്ഥാൻ കഴിഞ്ഞിട്ട് നേരെ തുർക്കിയിൽ പോയി, തുർക്കി നേരെ ജോർജിയ പോയി, ജോർജിയയിൽ നിന്ന് ഞാൻ റഷ്യ പോയി. റഷ്യ എൻ്റെ ജീവിതത്തിൽ ഇത് ഈ ഇറാനും അഫ്ഗാനും ഇറാഖെല്ലാം പറഞ്ഞ പോലെ വ്യത്യസ്ത ഒരു അനുഭവമുള്ള ഒരു രാജ്യമായിരുന്നു. റഷ്യ കയറുമ്പം തന്നെ പോസിറ്റീവ് എനർജി ഇങ്ങനെ വരാൻ തുടങ്ങും. റഷ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകശക്തിയിൽ നമ്മൾ ഉറ്റുനോക്കുന്നൊരു രാജ്യമാണ്. അതായത് പണ്ട് ഈ കാണുന്ന തജിക്കിസ്ഥാനും കസാക്കിസ്ഥാനും ജോർജിയനെല്ലാം അടക്കിയാണ് ഒരു സ്ഥലം. ഇപ്പോഴും ഇവർ സ്പ്ലിറ്റായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പോൾ റഷ്യൻ്റെ ആ ഒരു വലിപ്പം ചിന്തിച്ചാൽ മതി. അപ്പോൾ ലാർസി ബോർഡറിൽ നിന്ന് മോസ്കോയിലേക്ക് 2200 കിലോമീറ്ററാണ്. 3 ദിവസം എടുത്തിട്ടാണ് എത്തുന്നത്. ഉറങ്ങിയിട്ടിലും ഡ്രൈവ് ചെയ്ത് പോയി. ചിലപ്പോൾ ഞാനിങ്ങനെ കുറേ നിർത്തി കുറേ ഗ്രാമത്തിൽ ഇറങ്ങിപ്പോവും.
അപ്പോൾ അന്നേരം റഷ്യക്ക് വലിയ കൃഷികളൊന്നുമില്ല, അവരധികവും പുറത്തുനിന്ന് ഇറക്കുക, തുർക്കിയിൽ നിന്ന് അവിടെ നിന്ന് സാധനം ഇറക്കുക. അവർക്ക് ആകെയിലുള്ളത് സൂര്യകാന്തിയാണ്. നമ്മളീ പോകുന്ന ഹൈവേയിൽ 2 സൈഡിലും ഈ ഗുണ്ടൽപേട്ട് പോയ പോലെ സൂര്യകാന്തികൾ ഇങ്ങനെ. കാരണം ഇതിൻ്റെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉക്രൈനിലും റഷ്യയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഇതിങ്ങനെ 2 സൈഡിലും ഭയങ്കര ഒരു ദൃശ്യ വിരുന്നായിട്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മഞ്ഞ കളറിന് കണ്ണിനടിക്കുന്നില്ല. അത് സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു സ്വർഗത്തിലൂടെ പോകുന്നൊരു ഫീലായിരിക്കും. മറ്റേ നമ്മൾ ലൈറ്റ് വെക്കൂല അതുപോലെ. അപ്പോൾ റഷ്യയിൽ പോയ സമയത്ത് ഇത് ഭയങ്കര. പിന്നെ ഗ്രേഷ്ക, അത് അവിടുത്തെ ഒരു പ്രത്യേക ഒരു നമ്മളെ ഈ ബാർലി അല്ല, ഗോതമ്പിൻ്റെ ഒരു സാധനമാണ്. അതിൻ്റെയും കുറേ പാടങ്ങൾ. അപ്പോൾ റഷ്യ മോസ്കോയിലെത്തി. പിന്നെ അവിടുത്തെ കുറേ പോലീസുകാർ വണ്ടിയുടെ അടുത്ത് വന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളെടുത്ത്. അങ്ങനെ അവിടെ ഒരു പിന്നെ എന്താ പറയുക, ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത്. അതെല്ലാം ഞാൻ ഏത് രാജ്യത്ത് പോയാലും അടുത്ത മെയിൻ സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഫറലാം. അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും. വണ്ടിയും കൊണ്ട് പോയിട്ട് പോലീസ് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, അങ്ങനെ അങ്ങനെ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അവർ ഓക്കെ പറയും. കാരണം ഇതിലപ്പുറം ഒന്നും അവർക്ക് ഇനി ചോദിക്കാനില്ല. ചിലപ്പോൾ പോലീസ് തന്നെ ഫോട്ടോസെല്ലാം എടുത്തു തരും. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പുട്ടിൻ പോകുന്ന സ്ഥലമാണ്, ഞാനറിയില്ല. അപ്പോൾ പുട്ടിൻ്റെ നേരെ ആ ഒരു പ്രസിഡൻറ്റ് ഹോമിൻ്റെ മുമ്പിൽ ഞാനുള്ളത്. അപ്പോൾ ഞാനവിടെ വളച്ച് വരുമ്പോൾ പോലീസ് നിർത്തി. എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വളച്ചിട്ട് പോകുന്നതിനു. എവിടുന്നാ? ഞാൻ പറഞ്ഞു ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പിന്നെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്ത്. പിന്നെ ഫൈനൊന്നും അടിക്കൂല. ഈ വണ്ടിക്ക് അങ്ങനെ ഫൈൻ അടിക്കാൻ പറ്റില്ല. കാരണം ആ നാട്ടിൽ രജിസ്ട്രേഷൻ അല്ലല്ലോ. ആകെ ഞങ്ങൾക്ക് ഫൈൻ കിട്ടിയ തുർക്കിയിൽ നിന്ന് മാത്രം സ്പീഡിന് കിട്ടി. ബാക്കി ഒരു സ്ഥലത്തൊന്നും ഫൈൻ കിട്ടിയിട്ടില്ല. ചൈനയിൽ, സൗദിയിലുള്ള ഞാൻ പോയ സ്പീഡ് നോക്കുകയാണെങ്കിൽ 4 വണ്ടി വിറ്റാലും അതിൻ്റെ പൈസ കൊടുത്താൽ തീരില്ല. അത്രക്കും ക്യാമറ അടിച്ചിന്. അങ്ങനെ പിന്നെ കുറേ പറഞ്ഞിട്ട് എന്നോട് ഞാൻ വെച്ചാൽ എന്താ ഇവിടെ, അത് നമ്മളെ പ്രസിഡന്റ് വരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴാണ് കുറേ ബ്ലാക്ക് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേന്ന് കാണുന്നത്. അങ്ങനെ ആഡംബരം എത്തിയപ്പം പുട്ടിൻ്റെ ഓഫീസും കാര്യങ്ങളെല്ലാം കണ്ട്. അപ്പോൾ റഷ്യ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ റഷ്യ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ജോർജിയയിൽ വന്ന്, ജോർജിയയിൽ നിന്ന് അർമേനിയ പോയി. പിന്നെ ജോർജിയയിൽ പോയ സമയത്ത് രാജ് കപൂറിൻ്റെ ഫാൻസാണ്. ഇന്ത്യൻ ചോദിക്കുമ്പോൾ രാജ് കപൂർ, ഇറാഖിൽ ചോദിക്കുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, കത്രീന കൈഫ്, കരീന കപൂർ. തുർക്കിയിലും ഇവരെ ഫാൻസ് തന്നെയാണ്. ഇനിയിപ്പം ജോർജിയയിൽ പിന്നെ രാജ് കപൂർ. അവിടെ തെരുവിൽ പാട്ട് പാടുന്ന ആൾക്കാർ ഇതാ പാടാം, മേരാ ജൂത്താ ഹേ ജപ്പാനി, അത് കറക്റ്റ് പാടും. അവർക്ക് അതിൻ്റെ വേർഡ്സ് ഫുള്ള് അറിയാം. പിന്നെ അത് കഴിഞ്ഞ് അർമേനിയ പോയപ്പോൾ മിഥുൻ ചക്രവർത്തിൻ്റെ ഫാൻസാണ്. അല്ലോ എവിടെ നോക്കിയാലും ജിമ്മി ജിമ്മി ആജാ ആജാ ആ പാട്ട്. പിന്നെ കുറേ അർമേനിയക്കാരെ വീട്ടിൽ താമസിച്ച് അവർ ഫുള്ള് മുന്തിരികളാണ്. എല്ലാ വീട്ടിൽ നിന്നും റോഡും വന്ന് മുന്തിരി പറിച്ചിട്ട് കവറിലാക്കി തരും. അതിനിടയ്ക്ക് ഒരു അർമേനിയൻ ഫാമിലീൻ്റെ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ച് കുറേ വർത്താനം പറഞ്ഞ് അതെല്ലാം വിറ്റെന്ന് വെച്ചാൽ ഇവർ അർമേനിയ ഭാഷയും ഞാനും മലയാളവും പറയും ചിലപ്പം. കാരണം എത്ര ആഴ്ച ഇംഗ്ലീഷ് പറയാൻ, അതെല്ലാം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അർമേനിയ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറാനിൽ കയറി. ഇറാനിൽ കയറുമ്പം പർദ്ദയിലെടുത്തിട്ട്, കാരണം അത്രയും നാളും ജീൻസും പാൻറ്റും ആയിരുന്നു. പിന്നെ ഇറാൻ നമുക്കും അങ്ങനെ നിൽക്കണമല്ലോ. പിന്നെ പർദ്ദയിലെടുത്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല. അടുത്ത ആൾക്കാർ പല ഡ്രസ്സും ഇടുന്നുണ്ട്. അങ്ങനെ ഇറാൻ കഴിഞ്ഞ് അഫ്ഗാനിൽ പോകാൻ നോക്കുമ്പം ഇറാൻ്റെ ബോർഡറിൽ ഞാൻ മറ്റേ ഇവരെ എന്താ പറയുക ബോർഡർ ഓഫീസിൽ പോയി. പോലീസുകാരിലുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടുന്നാണ്? ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലെ കുറച്ച് വീഡിയോകൾ അവർ കണ്ട്. നിങ്ങൾ ഇത്രയും രാജ്യങ്ങൾ കടന്ന് വരികയാണോ, നിങ്ങൾക്ക് ഇറാൻ ഇഷ്ടപ്പെടുക? ഞാൻ പറഞ്ഞു ഇറാൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല ആൾക്കാരാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇറാനെക്കുറിച്ച്? ഞാൻ പറഞ്ഞു ഇറാനെക്കുറിച്ച് എന്താ പറയാനുള്ളത്, ലോകശക്തികളിൽ ഏറ്റവും വലിയ ശക്തിയാണല്ലോ ഇറാൻ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ പറഞ്ഞു നിങ്ങൾ യുദ്ധം കേട്ടു? ഞാൻ പറഞ്ഞു കണ്ടിന്, ഇസ്രായേലും നമ്മളെ യുദ്ധമെല്ലാം നമ്മൾ ഇതിലെല്ലാം കാണുന്നതാണ്, ന്യൂസിലെല്ലാം കാണുന്നതാണ്. അപ്പോൾ ആയത്തുള്ള കമ്മ്യൂണിൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ? എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരപ്പൊരു ഫോട്ടോ എടുത്ത് മൂപ്പരെ ഫോണിലൊരു ഫോട്ടോ എടുത്ത് എന്നിട്ട് പറഞ്ഞു ഇനി എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞു അഫ്ഗാന്. പോണോ? ഞാൻ പറഞ്ഞു പോകണം. അതിനെന്താ, ഒന്നും കൂടി ആലോചിച്ച് നോക്ക്, വേണമെങ്കിൽ തിരിച്ച് നിങ്ങൾ ഇറാൻ തന്നെ വഴി തിരിച്ച് നിങ്ങൾക്ക് പോകാമല്ലോ. ഞാൻ പറയില്ല, അഫ്ഗാന് കിടക്കാണ്ട് എനിക്കെൻ്റെ യാത്ര പൂർത്തിയാവില്ല, എൻ്റെ അടുത്ത രാജ്യം അതാണ്. അതിനായിട്ട് കുറേ ഉപദേശിച്ച്. ആദ്യമായിട്ടാണ് ഒരു ലേഡി ഈ ബോർഡറിലൂടെ ഇങ്ങനെ വണ്ടിയെടുത്ത് പോകുന്നത്. കാരണം ഇവർ ഈ ബോർഡർ തുറക്കൂല. അഫ്ഗാൻ്റെ ഇറാൻ്റെ ബോർഡർ, മിലാക്ക ബോർഡർ, ഈ ചരക്ക് ലോറികൾ വന്നാൽ ലോറി അപ്പുറം നിർത്തിയിട്ട് ആൾക്കാർ ചുമടായിട്ട് അപ്പുറം കൊണ്ടുവരും. കാരണം ആടുത്ത വണ്ടിക്ക് ഇങ്ങോട്ടും ഇല്ല, ഇവിടുത്തെ വണ്ടിക്ക് അങ്ങോട്ടും ഇല്ല. അപ്പോൾ അയാളോട് പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഈ സാധനം തുറക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 10 മണിക്കൂർ അവിടെ ഇരുന്ന് എന്തെല്ലോ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്ത്, വണ്ടിൻ്റെ പേപ്പർ, പിന്നെ എൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ, അങ്ങനെ ഫുള്ളും സെക്യൂരിറ്റി എന്തെല്ലോ ചെയ്തിട്ടാണ് അവരെനിക്ക് തുറക്കുന്നത്. ഈ തുറക്കുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ അധ്യായത്തിലേക്ക്, അല്ലെങ്കിൽ യാത്രൻ്റെ 2ാമത്തെ ഒരു ദുനിയാവിലേക്ക് കടക്കുന്ന ഒരു ഫീൽ ചെയ്യാൻ എനിക്ക് തോന്നി. കാരണം 4 വർത്തും കുറേ കുട്ടികൾ, കുഞ്ഞു മക്കൾ ഒരു ചാക്കു എടുത്ത് നടക്കുക. ഇവർക്ക് സ്കൂളില്ലല്ലോ, ഇവരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിലാണ് ജീവിക്കുന്നത്.
ഇവർ മുഴുവനും വണ്ടീൻ്റെ അടുത്ത്, പിന്നെ ഇവർ കാണുന്നില്ല ഒരു ലേഡി വണ്ടി എടുത്ത് വരുന്ന അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ പൊതിയാണ്, വണ്ടി വന്ന് പൊതിയും മണക്ക് എന്തെല്ലോ ശ്വാസം മുട്ടിലിരിക്കും. പക്ഷെ അവരും ചെയ്യുന്നില്ല, ചെറുതെ ഇങ്ങനെ നോക്കാം. അങ്ങനെ ഇത് കഴിഞ്ഞ് ഉള്ളിലെത്തി. പിന്നെയാണ് അഫ്ഗാനിൻ്റെ താലിബാൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരാളിങ്ങനെ വലിയൊരു മുത്തവയാണ്, അയാൾ ഫുള്ള് വലിയ തലക്കെട്ട് എടുത്തിട്ട് ഇങ്ങനെ പാസ്പോർട്ട് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇയാളുടെ ഞാൻ പിന്നെ നോക്കുകയാണ് എവിടെ പോലീസ് എവിടെ ആർമി, കാരണം യൂണിഫോം ഇട്ടിൽ ആരും കാണുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ ആൾ. അപ്പോൾ അവിടെ അവസാനം ഞാൻ എന്താക്കി എല്ലാം ചെയ്ത് പാസ്പോർട്ടിൽ മറ്റേ വിസൻ്റെ മുകളിൽ സീരിയൽ അടിച്ച് പുറത്ത് വന്ന് അവസാനം പിന്നെ ഞാൻ എല്ലാ വിസകളും എംബസി പോയി ഡയറക്റ്റ് എടുക്കും. അപ്പോൾ അഫ്ഗാൻ എനിക്ക് വിസ, ഞാൻ ഒമാനിൽ പോയ സമയത്ത് ഇവർ എംബസി പോയിട്ട് അടുത്ത ഒരാൾ എനിക്കറിയാം, മൂപ്പരാണ് എനിക്ക് വിസ എടുത്തത്. അപ്പോൾ ഞാൻ കയറിയും പാടും, ഞാൻ എല്ലാ രാജ്യത്ത് കയറിയാലും അവിടുത്തെ ഫ്ലാഗ് പിടിച്ചിട്ട് ഹബീബി വെൽക്കം ടു ഇറാഖ് അങ്ങനെ പറയും. അപ്പം എൻ്റെ അടുത്ത് ഏതാ ഉള്ളത്, പണ്ട് ഉസ്ബെക്കുകൾ കൊടുത്ത ഒരു ഫ്ലാഗ് ഉണ്ട് അഫ്ഗാൻ്റെ, ഒരു പച്ച ഒരു കറുപ്പുള്ളൊരിതാണ്. ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക ഹബീബി വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ. അപ്പടിയാൾ എല്ലാം തൊട്ടുള്ള ആൾക്കാരെല്ലാം ഓടി വന്ന്. ശരിക്കും നമ്മളെ നാട്ടിലെ ഈ എന്താ പറയുക വലിയ ഈ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുന്ന സംഘടനകളില്ലേ, അതുപോലത്തെ അവർ വാള് പിടിച്ച് വരുന്ന ഇവർ തോക്ക് പിടിച്ചിരുന്നു, ആ വ്യത്യാസമുള്ളൂ. ഞാനെപ്പാടും എന്താ ഇതല്ല നമ്മളെ ഫ്ലാഗ് വേറെയെന്ന് പറഞ്ഞിട്ട് ഇയാൾ എത്രയോ ദൂരം പോയിട്ട് ഒരു കൊടിൻ്റെ മുകളിൽ നിന്ന് ഈ തോക്ക് വെച്ച് 2 പോലീസുകാരായിട്ട് പറിച്ചിട്ട് നോക്കുമ്പോൾ ഇത് താലിബാൻ്റെ ഫ്ലാഗ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്, അതായത് സൗദിൻ്റെ ഫ്ലാഗിൻ്റെ വൈറ്റാണ് ഇവരെ ഫ്ലാഗ്, ഷാഹത്ത് അലമ എഴുതിയത്. അത് പിടിച്ചിട്ട് വീഡിയോയും ഫോട്ടോ എടുത്തിട്ടാണ് എന്നെ അവരായിരുന്നു വിട്ടത്. അനക്ക് പെടും തോന്നിപ്പോന്നില്ല, അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ നിൽക്കാം, കാരണം അവരുടെ ഫ്ലാഗ് അതാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾക്ക് അവർ അംഗീകരിക്കാത്തൊരു സാധനം അവരെ രാജ്യത്തിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നേരെ പോയത് സിം എടുക്കാൻ ഒരുത്തൻ്റെ വീട്ടിലേനും. അപ്പോൾ അവസാനം ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാരെ കണ്ട് അങ്ങനെയാണ് അവിടുന്ന് അനുഭവിക്കുന്ന പെണ്ണുങ്ങന്മാരെ ഓരോ കഥകളെല്ലാം അറിയാൻ തുടങ്ങിയത്. അങ്ങനെ 25 ദിവസം ഒരു മുള്ളുമ്മ ചവിട്ടിയ യാത്രയായിരുന്നു. പക്ഷേ 25 ദിവസവും അഫ്ഗാനിൽ. അതിൽ ഞാൻ ഒരു ഭാഗത്ത് എൻജോയ് ചെയ്യുമ്പം ഒരു ഭാഗത്ത് ഈ നമ്മളെ മുമ്പിൽ കാണുന്ന കുറേ ആൾക്കാരുടെ ജീവിതം. ഇപ്പോൾ എനിക്ക് അഫ്ഗാനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാണ്ട് കരച്ചിൽ വരും. ആൾക്കാർ വല്ലാത്തൊരു ഫീലാണ്. കാരണം ചെറിയ മക്കളെല്ലാം സ്കൂളൊന്നും പോകാണ്ട് ഒരു 3 വയസ്സിലെ കുട്ടികളെല്ലാം റോഡ് സൈഡിൽ നട്ട വെളുത്തൊരു ചാക്കും എടുത്ത് ഇങ്ങനെ ഓരോന്ന് പെറുക്കാൻ നടക്കുക, ആലോചിച്ച് നോക്കിയൊക്കെ. എന്നിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അത് ഭയങ്കര വിറ്റാണ്. ഞാൻ കാബൂൾ വരുന്ന സമയത്ത് ഒരു പിന്നെ വണ്ടി ഇങ്ങനെ ലൈറ്റ് അടിച്ച് ബാക്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇതാരാടാ ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഓന് ഹായ് നാക്കി നോക്കുമ്പോൾ ഒരു പെണ്ണും ഓൻ്റെ വൈഫും പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് വാ, നമ്മൾ കാബൂളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഓൻ്റെ വീട്ടിൽ പോയി രാത്രി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓൻ്റെ ഇത്താത്ത മുകളിൽ ചായ എടുക്കാൻ പോയാലോ നമ്മളിങ്ങനെ വർത്താനം പറയുമ്പം ഭയങ്കര ഒരു കുലുക്കം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭൂമി കുലുങ്ങി അറിയുന്നത് ഞാൻ അവിടെ നിന്നാണ്. കാബൂളിൽ ഭൂമി കുലുങ്ങിയില്ലേ. അപ്പം ഞാൻ ഓനും ചായ കുടിക്കുന്നത് രാത്രി 1 മണിക്ക്. ആരും ഒന്നും അറിയില്ല. നമ്മൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഉറക്കം. അപ്പോൾ ഇവള് പാത്രവും ചാടി ഒറ്റ ഓട്ടം. അതെന്താ ഒച്ച നോക്കുമ്പോൾ ഇതാണ് പിന്നെ ഭൂമി കുലുക്കത്തിൻ്റെ ഒച്ചാണ്. പിറ്റേന്നാണ് ഞാൻ നിങ്ങളെ വാർത്ത മീഡിയ വണിൻ്റെ വാർത്ത കാണുമ്പോൾ അറിയുന്നത് 2000-ലേറെ ആൾ, 2000 ഏകദേശം 3000-ന് മുകളിൽ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ എന്നോട് ഇവരും പറഞ്ഞ് കുറച്ച് ആൾക്കാർ പുറത്ത് വന്നിട്ട് നമുക്ക് പോയി. ഞാൻ പറഞ്ഞു എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? നോക്കുമ്പം താലിബാൻ്റെ വലിയ മുത്തവ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇതേതാ വണ്ടി, ആരാ ഇവിടെ വന്നത്. കാരണം പുറത്തുനിന്ന് ടൂറിസ്റ്റ് വരുമ്പം ഇവർക്ക് ഇത് ഭയങ്കര പേടിയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ പുറത്ത് അറിയുന്നുണ്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണം. ഞാൻ വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പർദ്ദ ഇട്ടു. അന്നേരം പോയ സമയത്ത് പിന്നെ എല്ലാവരും എന്നെ എന്തോ ഒരു കുറ്റം ചെയ്ത ആളെ നോക്കും പോലെ ഇതേതോ ഒരു അത്ഭുത ജീവിത രീതിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ അന്നേരം ഞാൻ എൻ്റെ ക്യാമറ എപ്പോഴും ഓൺ ചെയ്ത് വെക്കും. ഫോണിന് കയ്യിലുണ്ട്, വീഡിയോ അവരറിയാത്ത പോലെ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഫോണ്. അപ്പോൾ അത് തേരി അപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞ്. താലിബാൻ്റെ പോലീസ് സ്റ്റേഷൻ ഭയങ്കര കോമഡിയാണ്. നമ്മൾ ഒരു മന്തി ഷോപ്പിൽ പോയിട്ട് തിന്നാനിരിക്കൂലേ ഓലെ വട്ടം കൂടിയ പോലെ 4 ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിന്. അപ്പോൾ എന്നെ അവിടെ ഇരുത്തി. അപ്പോൾ ഇവർക്ക് അതിലത്തെ ഒരാൾക്ക് മാത്രം ഇംഗ്ലീഷ് അറിയും. അപ്പോൾ അവർ പറഞ്ഞു വെൽക്കം സിസ്റ്റർ, വെൽക്കം അഫ്ഗാനിസ്ഥാൻ, ദിസ് ഈസ് യുവർ ഹോം, നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ നിങ്ങളെ സ്വന്തം ആളെപ്പോഴും നിങ്ങളെൻ്റെ സിസ്റ്ററാണ്, പിന്നെ നിങ്ങൾ ആരോട് ഒന്നും പറയൂല. അവർ കുറേ വർത്തമാനം പറഞ്ഞു. അപ്പോൾ അതിലത്തെ ഒരാൾ എന്താക്കിയാണ്ട് ഒരു പാസ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ അയാളിങ്ങനെ നോക്കി അയാൾ ഇങ്ങനെ ചാടി. ഞാൻ പറയും നിങ്ങളെങ്ങനെ എൻ്റെ പാസ്പോർട്ട് ചാടൽ, ഇതെൻ്റെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ്, ഞാൻ അങ്ങേറ്റവും ബഹുമാനിക്കുന്ന സാധനം, അത് നിങ്ങൾക്കിത് ചാടേണ്ട എന്താ അവകാശമുള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഒരു നിമിഷം മറന്നുപോയി ഞാൻ താലിബാൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ അയാൾ സോറി എന്നിട്ട് എൻ്റെ കയ്യിലാണ് എടുത്തു തന്നു. എന്നോട് നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ, ഹൗ ഇസ് അഫ്ഗാനിസ്ഥാൻ? ഞാൻ പറഞ്ഞു വാവ് അഫ്ഗാനിസ്ഥാൻ ടു ബ്യൂട്ടിഫുൾ പീപ്പിൾ ആർ, ഭയങ്കര അങ്ങനെയാണ്, ഭയങ്കര ജമ്മാണ് എല്ലാം പറഞ്ഞു. പറഞ്ഞു അപ്പോൾ ഒരേ സമയം ഞാനൊരു കാര്യം പറഞ്ഞു ബട്ട് ഐ ഡോണ്ട് ലൈക്ക് താലിബാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വൈ? ഞാൻ പറഞ്ഞു ബിക്കോസ് യു റൂൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു റൂഡായിട്ട് നിങ്ങൾ പെരുമാറുന്നത്? ഞാൻ തന്നെ വരുമ്പോൾ 5000 ചെക്ക് പോസ്റ്റ് നടന്നിട്ടാണ് വന്നത്. ഒരു പ്രാവശ്യം പറഞ്ഞു ഇന്ത്യ എന്നാണ്. ഇപ്പം ഞാൻ അവർ ചോദിക്കും വേർ യു ഫ്രം? ഇന്ത്യ, പാസ്പോർട്ട് ആക്കിയിട്ട് പിന്നെയും വരും. പാസ്പോർട്ടിൽ വെണ്ടക്ക അക്ഷരത്തിൽ ഇന്ത്യ, ആ ഇന്ത്യ പോലും വായിക്കാൻ അറിയാത്ത ഓനാണ്
അവിടെ നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കഥ. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അവർക്കെല്ലാം അറിയുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഈ റൂള് തീരെ, നിങ്ങളെന്താ പെണ്ണുങ്ങളെ പഠിപ്പിക്കാത്തത്, നിങ്ങളെന്താ സ്ത്രീകളെ ഇങ്ങനെ രജിസ്ട്രേഷൻ ആക്കി വെക്കുന്നത്, അവർക്കൊരു ഭാവിയില്ല, അവർക്ക്. ഞാൻ ഇവരെ ചോദ്യം ചെയ്യാണ്. ഞാൻ ഒരു നിമിഷം മറന്നുപോയി. ഞാൻ ഒരു അപ്പോൾ പിന്നെ ഇയാളെ മുഖേല മറന്നു തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല സിസ്റ്റർ, ഇത് ഇസ്ലാമിക് റൂളാണ്. ഞാൻ പറഞ്ഞു, ഇത് ഇസ്ലാമിക് റൂളല്ല. കാരണം സൗദി ഇസ്ലാമിക് കൺട്രിയാണ്, UAE ഇസ്ലാമിക് കൺട്രിയാണ്, ഖത്തർ, GCCയിലെ എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക് കൺട്രിയാണ്. പക്ഷേ അവിടുത്തെ പെണ്ണുങ്ങൾ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അവരിപ്പം എല്ലാത്തിനും ഭയങ്കര പൈലറ്റ് വരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ പെങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയല്ലേ ചോദിച്ചു. അപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ നിന്ന് ഞാൻ റീലെടുത്തിന്. എന്നിട്ട് പുറത്ത് വന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത്. പിന്നെ എനിക്ക് ഫുള്ളും എൻ്റെ മോനെ അഫ്ഗാൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് മെസ്സേജ്, അഫ്ഗാൻ്റെ മറ്റേ താലിബാൻ്റെ ഓഫീസിൽ നിന്ന് മെസ്സേജ്. പിന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ റീൽസ് ഫുള്ളും കാണുന്നത് അഫ്ഗാനികളാണ്. എന്താണ് ഈ മെസ്സേജ് വരുന്നത്? ഇത് നമ്മൾ ഫ്രം മിനിസ്ട്രിയിൽ നിന്നാണ്, നിങ്ങളൊന്നും കാണണം, അപ്പോഴത്തേക്ക് ഞാൻ ബ്ലോക്ക് ആക്കും. അങ്ങനെ പിന്നെ എനിക്ക് വിസ എന്നാൾ എന്നെ 5000 വിളിച്ചു. അപ്പോഴാണ് ഞാൻ ഫുള്ള് അവരെ വാട്സപ്പിൽ ബ്ലോക്ക് ആക്കി, ഫുള്ള് നമ്പറെല്ലാം ഡിലീറ്റ് ആക്കി. എൻ്റെ അമ്മോ. ഈ അഫ്ഗാനിൽ യാത്ര ചെയ്ത സമയത്ത് നാജിയെ പോലെ മറ്റ് സഞ്ചാരികൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ സഞ്ചാരികളോ അങ്ങനെ വേറെ ഏതെങ്കിലും സഞ്ചാരികളുമായിട്ട് കാണാൻ പറ്റിയോ? ഇല്ല, പക്ഷേ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിരുന്നു. അതെല്ലാം ലേഡീസ്, ഇവരാണ്, ബോയ്സ് ആണ്. ഒരു ലേഡിയും വണ്ടി എടുത്ത് അഫ്ഗാനിൽ പോയിട്ടില്ല. ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇവരെ കൂടെ ആൾക്കാരുണ്ടാവും. ഇവർ ഫ്ലൈറ്റിൽ വന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ നന്മകൾ മാത്രമേ എടുത്തിടാൻ പറ്റൂ. പക്ഷേ ഞാൻ അഫ്ഗാൻ്റെ നല്ലതും ചീത്തയും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഒരു യഥാർത്ഥ സഞ്ചാരി ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന കാര്യങ്ങൾ സത്യം മാത്രമേ പറയാൻ പറ്റൂ. അല്ലാണ്ട് ഒരു രാജ്യത്തിന് പൊക്കാൻ വേണ്ടി അവരെ ഉയർത്താനോ താത്താൻ വേണ്ടി താഴ്ത്തി കാണാനോ അങ്ങനെ പറയാൻ പറ്റൂല. നാജി പറഞ്ഞു അഫ്ഗാൻ കഴിഞ്ഞ് പിന്നെ സെൻട്രൽ ഏഷ്യയിലേക്കാണ്. മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഭൂപ്രകൃതിയും ഹെറിറ്റേജും ഹിസ്റ്ററിയും ധാരാളമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ കസാഖിസ്ഥാൻ ഒക്കെ. അഫ്ഗാനിൽ നിന്ന് പിന്നീട് അടുത്തുള്ള യാത്ര അങ്ങോട്ടേക്കായിരുന്നു. അതായത് GCC, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, യൂറേഷ്യ, സെൻട്രൽ ഏഷ്യ. ഈ അഫ്ഗാന് വരെ നമുക്കൊരു ഏഷ്യൻ്റെ ഒരു സ്ഥലങ്ങളങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉസ്ബെക്കിൽ പോയപ്പോഴാണ് ശരിക്കും മുഗളന്മാർ ആ ഒരു പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു പോയൊരവസ്ഥ. സാധാ രാജ്യമാണ്, ഭയങ്കര സംഭവമൊന്നുമില്ല. തഷ്കണ്ട് മാത്രമേ കുറച്ച് സിറ്റി പോലെയുള്ളൂ. ബാക്കി റോഡ് സൈഡിലും ആൾക്കാർ ഇന്ത്യയെ പോലെ തന്നെ പച്ചക്കറി വെക്കുക, ബത്തക്ക വെക്കുക, ഇതെല്ലാം നോർമൽ ലൈഫിൽ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഉസ്ബെക്കിൽ പ്രത്യേകം വെച്ചാൽ എല്ലാവരും സ്വർണ്ണപ്പല്ല് കെട്ടിക്കും. ആൾക്കാർ ചിരിക്കുമ്പം ഞാനത് പല്ലിന് വേണ്ടി മാത്രം ഞാനിങ്ങനെ ചിരിപ്പിക്കും ആൾക്കാരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമാണ്. ഭയങ്കര സ്നേഹം കൊണ്ട് കൊല്ലുന്ന ഒരുതരം മനുഷ്യന്മാരാണ് ഈ ഉസ്ബെക്കിലുള്ളത്. അപ്പോൾ ഉസ്ബെക്ക് കഴിഞ്ഞിട്ട് പിന്നെ തജിക്കിസ്ഥാന് പോയി. തജിക്കിസ്ഥാനിൽ തന്നെ താഷ്കന്റ്, സമർക്കന്ത്, ബുഖാറൊക്കെ പോയോ? സമർക്കണ്ടിൽ പോയ സമയത്ത് അവിടെ കുറേ പാലസ് ഉണ്ടായിരുന്നു. പക്ഷേ പാലസിൽ ഞാൻ കയറിയിട്ടില്ല. ഞാൻ പിന്നെ കുറേ ഗ്രാമങ്ങളിൽ അധികം പോവാം. ഞാൻ എൻ്റെ യാത്രയിൽ കാണാത്തത് ബീച്ച്, പാർക്ക്, മാള്, ടൗൺ, ഈ 4 സാധനവും യാത്രയിൽ കാണൂല. ഞാൻ ഏതല്ലോ ഇങ്ങനെ ഉള്ളേരിയ, ചിലപ്പം മാപ്പ് തെറ്റിക്കും, ചിലപ്പം ഞാൻ മാപ്പില്ലാണ്ട് പോവും, എത്തുമ്പോൾ എത്തട്ടെ എന്ന രീതിയിൽ അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. അങ്ങനെ റഷ്യയിൽ വലിയ കഥയുണ്ട്. ഞാനിപ്പോൾ ഈ ഉസ്ബെക്കെല്ലാം കഴിഞ്ഞ് പിന്നെ തജിക്കിസ്ഥാന് കഴിഞ്ഞ് അതുപോലെ തന്നെ കിർഗിസ്ഥാനിൽ ഞാൻ പോയിട്ടില്ല. കിർഗിസ്ഥാൻ ബോർഡർ വരെ പോയിട്ടുള്ളൂ. അപ്പോൾ കിർഗിസ്ഥാനിൽ പോകാൻ എനിക്ക് സമയമില്ലായിരുന്നു. ഞങ്ങൾക്ക് ചൈന വിസ എടുക്കാൻ വേണ്ടി ദുബായിലേക്ക് വരാനുണ്ട്. ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു വിഷയമാണ്. ഏത് സമയത്തായിരുന്നു അവിടുത്തെ ഒരു യാത്ര ഉണ്ടായത്? അത് തണുപ്പിൻ്റെ തുടക്കത്തിലാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നോ ഉണ്ട്. റഷ്യയിൽ നിന്ന് മുഴുവനും സ്നോ ഐസ് കിട്ടിയിട്ടുണ്ട്. മംഗോളിയയിൽ സ്നോ ഉണ്ട്, ചൈനയിലും കുറച്ച് സ്നോ കിട്ടിയിട്ടുണ്ട്, ടിബറ്റ് സ്നോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉസ്ബെക്ക് കഴിഞ്ഞ് പിന്നെ തജിക്കിസ്ഥാൻ, തുർക്കിസ്ഥാനിലും കഴിഞ്ഞിട്ട് ഞാൻ കസാക്കിസ്ഥാനിലെത്തിയപ്പോഴാണ് സെൻട്രൽ ഏഷ്യയിൽ ഇത്രയും മുഞ്ചുള്ളൊരു രാജ്യമുണ്ടോ എന്ന് പോലും ഞാൻ മനസ്സിലാക്കിയത്. സാധാരണ ഈ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാർ അൽമാട്ടി മാത്രം കണ്ടിട്ട് തിരിച്ചു പോകും. പക്ഷെ ഞാൻ ബോർഡർ പോയി. ഫസ്റ്റ് ഷിങ്കണ്ട് പോയി. ഷിങ്കണ്ട് ഒരു നോർമൽ ടൗണാണ്. ആ നോർമൽ ടൗൺ തന്നെ ഭയങ്കര ഒരു മിനി ഗൾഫ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞിട്ട് 1000 കിലോമീറ്റർ ആയിട്ട് അൽമാട്ടി പോയി. അൽമാട്ടിയും കുറച്ചൊരു മിനി ഗൾഫിൽ തോന്നുന്നൊരു സ്ഥലമാണ്. പിന്നെ അവിടുന്ന് ഒസ്കുമന് പോയി. ഒസ്കുമൻ 2000 കിലോമീറ്റർ അപ്പുറത്താണ്. ആടെയാണ് റഷ്യൻ ബോർഡർ. അപ്പോൾ എനിക്ക് പിന്നെ റഷ്യ ഞാൻ 2 പ്രാവശ്യം ക്രോസ് ചെയ്ത്. കസക്കിസ്ഥാനിൽ നിന്ന് ചൈനയിൽ പോകണമെങ്കിൽ മംഗോളിയ വഴി പോകണം. 2 വഴിയുണ്ട്. കസക്കിസ്ഥാനിൽ നിന്ന് മറ്റേ സിനിങ് വഴി താഴേക്ക് ഇറങ്ങി വന്നാൽ ഒരു 4 ദിവസം കൊണ്ട് ഇന്ത്യ പിടിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ പോകണ്ട. അധികം ട്രാവലേഴ്സ് അങ്ങനെ പോവാം, എളുപ്പമാണ്. പക്ഷെ എനിക്ക് മംഗോളിയ കഴിഞ്ഞ് ചൈനൻ്റെ 3/4 ഭാഗവും കവർ ചെയ്യണം എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ എന്താക്കി, കസക്കിസ്ഥാൻ നേരെ ഒസ്കുമന് പോയ സമയത്താണ് ഭൂമിയിൽ ഇത്രയും മുഞ്ചുള്ള സ്ഥലങ്ങൾ ഈ ദുനിയാവിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ 2 സൈഡിലും ഈ മഞ്ഞ കളറിലുള്ള കുറേ ഈ ഇലകളില്ലാത്ത മരങ്ങൾ, പിന്നെ കുറേ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരത്ത് ഇങ്ങനെ സിഗ്സാക്കായിട്ട് നമുക്ക് കുന്നുപോലെ റോഡുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ പോയി കണ്ട്. അന്നേരമാണ് പനി പിടിച്ച് ജലദോഷം പനി പിടിച്ച് 2 ദിവസം ഞാൻ വണ്ടിയിൽ സ്റ്റക്കായി.
എനിക്കൊന്ന് എണീച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനോ പറ്റാത്തൊരവസ്ഥ. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ പുറത്ത് മാറി തണുപ്പേനും. എന്നിട്ട് അങ്ങനെ 2 ദിവസം ഞാൻ സഹിച്ച് പിടിച്ച് നിന്ന്. എന്നിട്ട് പിന്നെ വിസ എടുക്കാൻ വേണ്ടിയിട്ട് വീണു. അപ്പോൾ അങ്ങനെ റഷ്യൻ ബോർഡർ പോയപ്പം റഷ്യയിലും ചൈനയിലും 2 ടൈം സോണാണ്. ഓരോ ഭാഗത്ത് ഓരോ സമയമായിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഇന്ത്യക്കാർക്ക് 4 ദിവസത്തെ വിസ കിട്ടും റഷ്യയിലേക്ക്. അപ്പോൾ അത് പിന്നെ അല്ല 4 ദിവസം കൊണ്ട് 15 ദിവസത്തെ വിസ കിട്ടും ഇലക്ട്രോണിക്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇതിവിടെ എടുക്കൂല, ഈ ബോർഡറിൽ നിങ്ങൾ സ്റ്റിക്കർ വിസ കൊണ്ടുവരണം. അപ്പോഴത്തേക്ക് എൻ്റെ കസാക്കിസ്ഥാനിൽ 17 ദിവസം തീർന്നു. അങ്ങനെ ഞാനെന്താക്കി, അപ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞിട്ട് അവർ ബോർഡർ തുറന്ന്. അപ്പോൾ അയാൾ പറയാം ഇതുവരെ ആദ്യമായിട്ടാണ് ഒരാൾ സമയം കഴിഞ്ഞിട്ട് കടന്നു പോയിട്ടും വീണ്ടും ഒരു രാജ്യത്ത് കയറ്റുന്നത്. എന്നിട്ട് അയാൾ എൻ്റെ പാസ്പോർട്ടിൽ ആ 2ാമതിൽ എക്സിറ്റ് അത് അയാൾ കുത്തി. കാരണം അവർക്ക് പ്രശ്നമാവും, അത് അവരറിയാണ്ട് ചെയ്തതാണ്. കാരണം എൻ്റെ സമയം വിസ തീർന്നു പോയി, പിന്നെ എനിക്ക് അവർ റഷ്യ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ തിരിച്ച് റഷ്യൻ്റെ കോൺസുലേറ്റിൽ പോയിട്ട് അവിടുന്ന് ഒരു 2 ദിവസം കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഞാൻ മറ്റേ ട്രാൻസിസ്റ്റ് വിസ എടുത്തിട്ട് തിരിച്ചു വന്ന്. അങ്ങനെ പനിച്ച് ബോധം കെട്ട സമയത്ത് ഒരു ഹോട്ടലെടുത്ത് 28 മണിക്കൂർ ഒറ്റ ഉറക്കം. ആ ഒരു ഉറക്കത്തിലാണ് തിരിച്ചാൻ വന്നത് ആരോഗ്യത്തോടു കൂടി. അങ്ങനെ റഷ്യ 12 മണിക്ക് കടന്നു. 3 ദിവസം കൊണ്ട് റഷ്യ ക്രോസ് ചെയ്യണം. അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു. അത് റഷ്യയിൽ നിന്ന് മംഗോളിയൻ തഷദ്ദ ബോർഡർ പോകണം. ഒരു ഇൻസും ഇല്ല, ഒരാളും ഇല്ല, നമ്മളും ഈ വണ്ടിയും ഇങ്ങനെ മറ്റേ കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിച്ച് പോകുന്ന നമ്മൾ. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രാവിലെ ആകുന്നില്ല, 12 മണിക്ക് ബോർഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. റഷ്യൻ്റെ ഈ ഞാൻ പോയ വഴിയിൽ പിന്നെ സൂര്യൻ ഉദിക്കാൻ ഭയങ്കര പാടാണ്. അത് ഞാൻ അവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു 4 തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടിയിൽ ഇരിക്കാൻ പോലും പറ്റില്ല. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുക, ഒരു പരിധിയില്ല, ഇത് കുറേ ശ്വസിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു 5 മണിയായി, സമയം നോക്കി സൂര്യനില്ല. 6 മണിയായി, 7 മണിയായി. പിന്നീട് അങ്ങനെ ഒരു പെണ്ണുങ്ങൾ കുറച്ച് പശുവിനെയും കൊണ്ട് വരുന്നു. ഭാഷ അറിയില്ല, ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ ഒരു 3 ആൾക്കാർ റോഡ് സൈഡിൽ. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് തഷന്ത പോകണം. തഷന്ത എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ എന്തോ പറഞ്ഞാൽ മനസ്സിലായി. അയാളെന്താ ചെയ്തത്, ഫുള്ള് റഷ്യൻ ഭാഷയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവാം, അവിടുന്ന് ഇങ്ങോട്ട് പോവാം. ഞാൻ ഒരു പഠിച്ചോനെ മൂർഖനാണല്ലോ ചവിട്ടി, ഇത് ഏത് ഭാഷയിലും മനസ്സിലാക്കാം. എന്നിട്ട് അയാളെ കയ്യിൽ റൂബിളുണ്ട്, റഷ്യൻ റൂബിളില്ലേ, അതിൽ മൂപ്പർ എനിക്ക് വഴി വരച്ചിരുന്ന 50 ഉറുപ്പ്യൻ്റെ പൈസയിലാണ് വരക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ പോലെ ആന്ന് പറഞ്ഞു. മൂപ്പർ അരമണിക്കൂർ സംസാരിച്ചു, എനിക്കൊന്നും മനസ്സിലാക്കില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നത് ഇങ്ങനെ ആലോചിക്കാൻ. ഞാൻ അവസാനം പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വിട്ട്. പിന്നെ ഒരു 9 മണിയാകുമ്പോഴാണ് ആര് വരുന്നത്, സൂര്യന് വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളിത്തേ നേരം എവിടെയോ പോയ, മനുഷ്യനിവിടെ കറണ്ട് ലൈറ്റും ഇല്ല, ആളും ഇല്ല, വഴിയില്ല, നെറ്റും ഇല്ല. അവസാനം ഒരു ദൂരത്തുനിന്ന് ഒരു വണ്ടി ഇങ്ങനെ, ഈ പഴയ ഈ മറ്റേ ഹോളിവുഡ് സിനിമയിൽ പഴയ വണ്ടികളില്ലേ, ഈ വലിയൊരു ജീപ്പ് പോലത്തെല്ലോ, അത് ഭയങ്കര ഒച്ചയായിരിക്കും. അതിലിങ്ങനെ മറ്റേ ക്യാപ്പെല്ലാം വെച്ച് കുറേ ജാക്കറ്റിലിട്ട് കുറച്ചൊരു വല്ലാത്തൊരു ആൾക്കാർ വരും. ആ മൂഡിലാണ് ഈ പുകയെന്ന് ഈ വണ്ടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു പഴയ ഹോളിവുഡ് സിനിമ തോന്നിപ്പോയി. ബസ്സുമാർ ഫുള്ളും വിൻറ്റേജ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വിൻറ്റേജ് വണ്ടികൾ ഇവർ ഒഴിവാക്കൂല. ഒരു 80-60 കൊല്ലമുള്ള വണ്ടികൾ സർവീസ് ചെയ്ത് അത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒച്ചാന്ന് പറഞ്ഞാൽ ലോകം തേച്ചു പറയും ഇങ്ങനത്തെ ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ള. മൂപ്പരോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകണം എവിടെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ എൻ്റെ ബാക്കിൽ വാ. മൂപ്പർ എൻ്റെ ഫ്രണ്ടിൽ എഴുത്ത പിടിക്കുന്നത് 30-40 മൂപ്പർ പോകുന്നത്. ഞാൻ എത്രയെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിൽ പോവാം. എന്നിട്ട് അവസാനം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഇവിടുന്ന് റൈറ്റ് പോയാൽ മതി, സ്ട്രേറ്റ് റോഡാണ്. പിന്നെ പോയ സമയത്ത് അപ്പോൾ ഇയാളെ വൈഫൈ ഞാൻ ഇട്ട്, എനിക്ക് സിമ്മില്ലേ, അപ്പോൾ ഇട്ട സമയത്ത് ഗൂഗിൾ മാപ്പിൽ ഒരു നേരെ വരാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ സമയം വീണ്ടും ഈ വഴി തെറ്റി. അപ്പോൾ ഒരാൾ റോഡും വന്ന് അത് ഞാൻ റീലിട്ടിന്, അത് ഭയങ്കര വിറ്റാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഈ ശ്രീഹള്ളിയിലേക്കുള്ള വഴി ചോദിച്ച പോലെ ഞാനിങ്ങനെ ചോദിക്കാം. ഞാൻ ഒരിടത്തിൽ എങ്ങനെ തശന്തോ പോകാൻ. അപ്പാടെ മൂപ്പരാനോട് ഫുള്ള് റഷ്യൻ ഭാഷയിൽ അങ്ങനെ ഇങ്ങനെ മറ്റേ. ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ്, എന്താക്കാനാണ് മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. എനിക്കറിയാം ഞാൻ മലയാളത്തിലും മൂപ്പര് റഷ്യൻ ഭാഷ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. കാരണം എനിക്ക് ഇത്രയും മണിക്കൂറായിട്ട് ഒരു മനുഷ്യനെ കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർത്തമാനം പറയുന്ന മനുഷ്യനും കിട്ടണം. ഞാൻ ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്ന ആളാണ്. പക്ഷേ ഇത് റോഡുമ്പോൾ ആരെങ്കിലും കാണണ്ടേ. പിന്നെ നമ്മൾ 1 മണിക്കൂർ ഭയങ്കര വർത്താനം, മൂപ്പര് കുറേ പറഞ്ഞ് ചിരിക്കുന്നത് ഞാനും പറഞ്ഞിട്ട് അവസാനം നമ്മളിങ്ങനെ കൈ കൊണ്ടല്ലേ ഇങ്ങനെ അടിച്ചിട്ട് ഭയങ്കര ചിരിയും വർത്താനം ഒന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു യാത്രയാണ് റഷ്യയിൽ. അങ്ങനെ മൂപ്പരുടെ ഹായ് ബായെല്ലാം പറഞ്ഞ് പിന്നെ കുറേ വീടുകൾ കാണാൻ തുടങ്ങി. അതായത് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കളർ വീടുകൾ. അത് ദൂരത്തുനിന്ന് കാണുമ്പം ഒരു യൂറോപ്യൻ വീട്. ഞാൻ യൂറോപ്പിൽ പോയിട്ടേ ഇല്ല, പക്ഷേ യൂറോപ്പിലെ വീടില്ലേ അതെന്താണ്, അത് ശരിക്കും നമുക്ക് റഷ്യയിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ കുറേ പശുക്കൾ, സ്ഥലങ്ങൾ മാറുന്നതോറും പശുക്കൾ ആകൃതി മാറാൻ തുടങ്ങി. ഒരു ഉരുണ്ട പശു, ഭയങ്കര പിന്നെ രോമമുള്ള പശുക്കൾ. അത് കഴിഞ്ഞ് നേരെ മംഗോളിയ ബോർഡർ എത്തി. രാത്രി 8 മണിക്ക് ബോർഡർ ക്രോസായി.
അതവർ ക്ലോസ് ചെയ്തതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ ഇത്രയും മണിക്കൂർ വന്ന ഐസിലൂട്ടിയാണ്. കുറച്ച് സ്ലിപ്പെല്ലായിന് 2 സൈഡിലും വെളുത്ത കളറിൽ ഇങ്ങനെ ഐസ് കാണുന്ന. അയാൾ പറഞ്ഞു നിങ്ങൾ അവിടെ ഹോട്ടലിൽ റൂം എടുത്തോ, രാവിലെ 9 മണിക്കാണ് ബോർഡർ തുറക്കുള്ളൂ. അങ്ങനെ തിരിച്ച് റൂമിൽ പോയി. അവിടെ ഭക്ഷണമൊന്നുമില്ല, അവിടെ ഒരു നൂഡിൽസേ ഉള്ളൂ. അത് പിന്നെ അവർ ചൂടാക്കി തരും. അത് തിന്നിട്ടാണ് കടന്നത്. പക്ഷെ അത് ഭയങ്കര ഒരു ചോയ, തിന്നിട്ടില്ല. വെറും ചൂടുവെള്ളം മാത്രമാണ് 2 ദിവസം എൻ്റെ ഭക്ഷണം. കാരണം ഭക്ഷണമൊന്നുമില്ല, തിന്നാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ രാവിലെ ക്രോസ് ചെയ്തപ്പം റഷ്യൻ ആർമി എന്ത് ചെയ്ത്, എൻ്റെ വണ്ടിയിൽ മുസാഫ് ഉണ്ടല്ലോ, മുസാഫ് എടുത്ത് കൊണ്ടുപോയി. അവർ കുറച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത്, പിന്നെ മുസാഫ് കൊണ്ടിട്ട് 3 മണിക്കൂറായിട്ട് തിരിച്ചു തരുന്നില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഖുറാനാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഓതുന്ന സാധനമാണ്. എന്നിട്ട് അവരതിലത്തെ ഖുറാൻ്റെ അക്ഷരങ്ങളില്ലേ അതിലെന്തോ വെച്ചിങ്ങനെ നോക്കുക. എനിക്ക് തോന്നുന്നത് അതിലെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇല്ലെന്തോ എന്തെങ്കിലും കടത്തുന്നോന്ന് എന്താ ചിന്തിച്ചായിരിക്കും. അങ്ങനെ അവസാനം അവർ പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ പുസ്തകം ഉണ്ടല്ലോ അതും നോക്കി. ഞാൻ പറഞ്ഞത് ഞാനൊരു റൈറ്ററാണ്, ഞാൻ എഴുതിയാണെന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് കത്തിയടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു പേപ്പർ വേണം. ഞാൻ പറഞ്ഞു എനിക്കൊരു പേപ്പർ ആരും തന്നിട്ടില്ല. അവസാനം അവരെവിടെയെല്ലാം വിളിച്ചു ചോദിച്ച് പിന്നെ അവിടെ പറഞ്ഞു ഓക്കെ നിങ്ങൾ പോയിക്കോ, ശരിക്കും നമ്മൾ റൂള് പ്രകാരം നിങ്ങൾ ഇവിടുന്ന് വിടാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ ട്രാവലർ ആയതുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെക്കുന്നില്ല, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. ഞാൻ അവിടുന്ന് വിട്ടു. പിന്നെയാണ് രണ്ടാമത്തെ അഫ്ഗാന് കഴിഞ്ഞിട്ട് പിന്നൊരു അധ്യായം മംഗോളിയാണ്. അന്ന് രാത്രി അത് മൂക്കിൽ വെച്ചേ ഓർമ്മയുള്ളൂ. രാവിലെ 7 മണിക്ക് ഞാൻ കണ്ണൂർക്ക്. സാധാരണ എല്ലാ ആളുകളും യാത്രയിൽ നിന്ന് കുറേ സമ്പാദിക്കും, പക്ഷെ ഞാൻ യാത്രയിൽ നിന്ന് സമ്പാദിച്ചത് കുറേ കടങ്ങളും കുറേ നല്ല ഓർമ്മകളും മാത്രമാണ്. പക്ഷെ അത് ഞാൻ ഹാപ്പിയാണ്. ഒന്നാമത് ഞാൻ സമയത്തിന് ഭക്ഷണം കഴിക്കൂല, ചിലപ്പോൾ അതായിരിക്കാം. സാധാരണ ആൾക്കാരെന്താ പറയുക, സമയത്തിന് എന്തൊക്കെയില്ലെങ്കിൽ രോഗം വരുന്നത്. പക്ഷെ ഞാൻ ഒരു രാവിലെ തിന്നാൽ പിന്നെ 2 ദിവസം ചിലപ്പോൾ മോന്തിക്കയിലും തിന്നാലും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കില്ല. വളരെ എപ്പോഴും എൻ്റെ വയറ് കാഞ്ഞുകൊണ്ടേയിരിക്കും. ചെങ്കിസ് ഖാനാണ് നമ്മളെല്ലാം വെല്ലുപ്പാന്ന് വേണമെങ്കിൽ പറയാം. ഏഷ്യക്കാരുടെ ജീന് ചെങ്കിസ് ഖാനെ വേത്താന്ന് പറയാം. അപ്പോൾ പിന്നെ ഞാൻ എണ്ണ അടിക്കാൻ നിർത്തിയ സമയത്ത് ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടോ. ഞാൻ പറഞ്ഞേ മംഗോളിയയിൽ ഇവനെങ്ങനെ എൻ്റെ വീഡിയോ കാണാം. ഞാൻ നിങ്ങളെ ഫിഫ മുതൽ മംഗോളിയയിൽ ഏറ്റവും പ്രശ്നം എന്തറിയോ, അവിടെ എണ്ണയില്ല. ആടെ ഗവൺമെൻറ്റും സിറ്റിസണും തമ്മിൽ എന്തോ ഒരു കുഴപ്പമാണ്. റഷ്യയിൽ നിന്നധികം എണ്ണ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 55 ഉറുപ്പിയുള്ളൂ, ഭയങ്കര കുറവ് പൈസയേ ഉള്ളൂ. പക്ഷേ ഈ റേഷന് കൊടുക്കുന്ന പോലെ അളന്ന് മുറിച്ചിട്ട് 5 ലിറ്റർ 4 ലിറ്റർ എനിക്കവിടെ 5 നാൾ നടക്കുക. എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം വേണമല്ലോ.